കൊള്ളിവാക്കല്ലാതൊന്നും. കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ജീവിതകാലം 1705 1770. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയത്തിൽ ഒരാൾ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ് നമ്പ്യാർ. തിരുവില്വാമലയ്ക്കു സമീപമുള്ള കിള്ളിക്കുറിശ്ശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. വിഷ്ണുവിലാസം കാവ്യം, സീതാരാഘവം നാടകം എന്നിവയുടെ കർത്താവായ രാമപാണിവാദരും നമ്പ്യാരും ഒരാൾ തന്നെയെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ നമ്പ്യാരും രാമപാണിവാദരും രണ്ടുപേർ തന്നെയെന്ന് കരുതുന്നതാണ് യുക്തിസഹം. നളചരിതം, സന്താനഗോപാലം, സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, കല്യാണ സൗഗന്ധികം, ഗണപതി പ്രാതൽ, ത്രിപുരദഹനം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തുള്ളൽ കൃതികൾ. ഇവ കൂടാതെ അനേകം തുള്ളൽ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലാളിത്യവും പ്രസാദവും തികഞ്ഞ ഭാഷ, ആളുകളെ കുടുകുട ചിരിപ്പിക്കുന്ന ഫലിതം, നിശിതവും മർമ്മഭേദിയുമായ പരിഹാസം, പരിതസ്ഥിതികളുടെ യഥാതഥമായ പ്രതിഫലനം, സരസങ്ങളും ദീർഘങ്ങളുമായ വർണ്ണനകൾ, കവിതയിലുടനീളം പ്രകടമാകുന്ന കേരളീയത എന്നിവ കൊണ്ട് പണ്ഡിതനെയും പാമരനെയും ഒന്നുപോലെ രസിപ്പിക്കുക, അതിലൂടെ ചില ജീവിത സത്യങ്ങൾ അവരെ പഠിപ്പിക്കുക, ഇതായിരുന്നു നമ്പ്യാർ കവിതകളുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഇതിവൃത്തം, വർണ്ണന, കഥാപാത്രങ്ങൾ മുതലായവയിൽ എത്രമാത്രം അതിശയോക്തി കലർത്താനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. തുള്ളൽ എന്ന ദൃശ്യകലയും അതിൻ്റെ സാഹിത്യവും സാധാരണ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഇതിന് കാരണം കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് 2 തരം കലാ സംസ്കാരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അവ എഴുത്തച്ഛൻ്റെ ഭക്തി ഗൗരവവും ആട്ടക്കഥകളുടെ ക്ലാസിക് രൂപവുമായിരുന്നു. ഇവ രണ്ടും സാധാരണക്കാരായ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നില്ല. ഒപ്പം വിദേശ സമ്പർക്ക ഫലമായി കേരളീയ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ വർധനവും. ഈ അവസരത്തിലാണ് തികച്ചും പുതുമ നിറഞ്ഞതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രചിച്ചതുമായൊരു കലാരൂപമായി നമ്പ്യാർ രംഗത്ത് വന്നത്. ബടജനങ്ങളുടെ നടുവിലുള്ളൊരു ബടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ. ഇതാണ് തൻ്റെ കവിതയെക്കുറിച്ച് നമ്പ്യാരുടെ കാഴ്ചപ്പാട്. മലയാളത്തിൽ എന്ന പോലെ സംസ്കൃതത്തിലും തനിക്ക് പാണ്ഡിത്യമുണ്ടെന്ന് പറയുന്ന നമ്പ്യാർ മനോഹരമായ മലയാള ഭാഷയാണ് തൻ്റെ കാവ്യത്തിന് യോജിച്ചതെന്ന് അറിയുന്നു. പരിഹാസത്തിന് ചാക്യാരെയാണ് നമ്പ്യാർ അനുകരിച്ചിരുന്നതെങ്കിലും അവയേക്കാൾ ശക്തിമത്തും മൂർച്ചയേറിയതും സമൂഹനിഷ്ഠവുമായിരുന്നു നമ്പ്യാർ കവിത. വ്യക്തികൾക്കും അവരിലൂടെ സമൂഹത്തിനും നേരെ ചീറിപ്പായുന്ന കല്ലുകളാണ് നമ്പ്യാരുടെ കവിതകൾ. അവയുടെ ലക്ഷ്യം സമൂഹത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനമായിരുന്നു. പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ നമ്പ്യാർ കവിതയിൽ കാണാം. അവ കേരളീയ ജീവിതം കൊണ്ട് സമ്പന്നമാണ്. മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിത പ്രതിഫലനമായിരിക്കണം കവിതയെന്ന് വിശ്വസിക്കാനാണ് നമ്പ്യാർ ഇഷ്ടപ്പെട്ടത്. ദേവലോകത്തെ വർണ്ണിക്കുകയാണെങ്കിൽ പോലും അവയിൽ നിറയുന്നത് കേരളീയ കാഴ്ചകളായിരിക്കും. കൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി തുടങ്ങിയ കലാരൂപങ്ങൾ സാധാരണ ജനതയിൽ നിന്നും വളരെ അകന്നു നിന്നിരുന്നു. പ്രസ്തുത സാഹചര്യത്തിൽ അവയിൽ നിന്ന് ഊർജം സ്വീകരിച്ച് സാധാരണക്കാർക്കായി ഒരു കലാരൂപം നിർമ്മിക്കുകയായിരുന്നു നമ്പ്യാർ ചെയ്തത്. തുള്ളൽ 3 വിധമുണ്ട്: പറയൻ, ശീതങ്കൻ, ഓട്ടൻ എന്നിങ്ങനെ. ഓരോ തുള്ളലിനും വേഷം പ്രത്യേകമാണ്. പറയൻ തുള്ളലിന് സർപ്പാകൃതിയിലുള്ള ഒരു ചെറിയ കുടമാണ് തലയിൽ വയ്ക്കുന്നത്. കണ്ണും പുരികവും എഴുതിയിരിക്കും. കഴുത്തിൽ ഹാരവും കൈകളിലും മണിബന്ധത്തിലും വർണ്ണത്തകിടുകൾ പതിച്ച കങ്കണവും ധരിച്ചിരിക്കും. ശീതങ്കൻ തുള്ളലിൽ കിരീടം വൃത്താകൃതിയിലായിരിക്കും. കണ്ണും പുരികവും എഴുതും. മുഖത്ത് പനയോല തേക്കും. മാറിൽ കൊല്ലാരവും കൈകളിൽ തോൾപൂട്ടുകളും മണിബന്ധത്തിൽ ഹസ്തകടകവും ധരിക്കും. കാലിൽ ചിലമ്പുണ്ടാകും. പറയൻ തുള്ളലിനെ അപേക്ഷിച്ച് പതിഞ്ഞ മട്ടാണ് ശീതങ്കനുള്ളത്. പറയൻ, ശീതങ്കൻ എന്നിവയെ അപേക്ഷിച്ച് വേഗം കൂടുതലുള്ള തുള്ളലാണ് ഓട്ടൻ തുള്ളൽ. ഈ വേഗം കൊണ്ടായിരിക്കണം അതിന് ഓട്ടൻ തുള്ളൽ എന്ന പേര് തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേഷവും പ്രത്യേകമാണ്.
തലയിൽ കൊണ്ട കെട്ടും. കൊണ്ടയ്ക്ക് ചുറ്റും കുരുത്തോല കടകങ്ങൾ കെട്ടി മാറത്ത് സർപ്പാകൃതിയിൽ ഒരു കുരുത്തോല കൊണ്ട് നെയ്ത മാല അണിയും. കാലിൽ ചിലമ്പുമുണ്ടായിരിക്കും. തുള്ളൽ അവതരിപ്പിക്കാൻ 3 ആളുകൾ മതിയാകും. തുള്ളൽക്കാരൻ, മദ്ദളക്കാരൻ, താളക്കാരൻ എന്നിങ്ങനെ. തുള്ളൽക്കാരൻ പാടുകയും കൈമുദ്ര കാണിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. പിന്നിൽ നിൽക്കുന്ന വാദ്യക്കാർ പാട്ട് ഏറ്റുപാടുന്നു. കാകളി, കേക, കളകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങൾ തുള്ളൽ കൃതികളിൽ കാണുന്നുണ്ടെങ്കിലും പ്രായേണ കണ്ടുവരുന്ന വൃത്തം തരംഗിണിയാണ്. അപ്പോൾ തുള്ളൽ പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് തരംഗിണിയാണ്. സാഹിത്യവും കലയും തുള്ളലിൽ ഒത്തിണങ്ങിയിരിക്കുന്നു. കേരളത്തിലെ നാടോടി നൃത്തങ്ങളുടെ താളങ്ങൾ, താളക്കെട്ടുകൾ, പദങ്ങൾ ഇവയെല്ലാം ചേർന്ന ഗാനപ്രപഞ്ചം തുള്ളൽ കൃതികളിൽ ദർശിക്കാനാകും. ശീലാവതിയുടെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭൃഗുവംശത്തിലെ സുതപസ് എന്ന മുനിക്ക് ജനിച്ച ഉഗ്രതപസ് എന്ന പുത്രൻ വിരൂപനും ക്ഷിപ്രകോപിയും ദുശീലനുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പതിവ്രതാരത്നമായ ശീലാവതി. എല്ലാ ദുശീലങ്ങളുടെയും വിളനിലമാണ് തൻ്റെ ഭർത്താവ് എന്നറിഞ്ഞിട്ട് പോലും അവൾ അദ്ദേഹത്തെ ദൈവമായി കരുതി ആരാധിച്ചു പോന്നു. ഒരിക്കൽ ഉഗ്രതപസ്സിന് കുഷ്ഠരോഗം പിടിപെട്ടു. അന്നു മുതൽ ശീലാവതി അടുത്തുള്ള ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ പോയി ഭിക്ഷ എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിനെ പുലർത്തി പോന്നിരുന്നു. അവളുടെ സ്നേഹോഷ്മളമായ പരിചരണത്താൽ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗത്തിന് നല്ല ശമനമുണ്ടായി. ത്യാഗശീലയായ അവൾ പിന്നീട് തൻ്റെ ഭർത്താവിനെ തോളിലേറ്റിക്കൊണ്ടാണ് ഭിക്ഷാടനം നടത്തിയിരുന്നത്. ഒരിക്കൽ ഭിക്ഷാടനത്തിനായി ഉഗ്രതപസ്സിനെയും കൊണ്ട് ഒരു മാളികയുടെ സമീപത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അവിടെ കിടന്ന അഴുക്ക് ജലത്തിൽ ചവിട്ടാതെ വഴിമാറി നടന്ന് ശീലാവതി പോകുന്നത് കണ്ടിട്ട് തിരികെ വീട്ടിലെത്തിയ ഉഗ്രസ്രവസ് അവളോട് എന്തിനാണ് ആ വെള്ളത്തിൽ ചവിട്ടാതെ മാറി നടന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശീലാവതി പറഞ്ഞു, അവിടെ താമസിക്കുന്നത് ഒരു വേശ്യാസ്ത്രീയാണ്. മനസ്സും ശരീരവും പാപപങ്കിലമാണ്. അതുകൊണ്ട് അവളുടെ മാളികയിൽ നിന്ന് ഒഴുകുന്ന ജലത്തിൽ നമ്മൾ ചവിട്ടിയാൽ നമ്മളും അതുപോലെ ആ പാപത്തിൻ്റെ പാതാളത്തിലേക്ക് വീണു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ ഉഗ്രസ്രവസിന് തോന്നിയത് ആ വേശ്യാഗൃഹത്തിൽ എങ്ങനെ പോകാമെന്ന വിചാരം മാത്രമായിരുന്നു. അയാൾ തൻ്റെ ആഗ്രഹം ഭാര്യയെ അറിയിച്ചു. ശീലാവതി തൻ്റെ ഭർത്താവിനെ തോളിലേറ്റിക്കൊണ്ട് രാത്രിയിൽ ആ വേശ്യാഗൃഹത്തിലേക്ക് കൂരിട്ട് നടന്നുപോയി. വഴിതെറ്റിയ ശീലാവതി വള്ളിപ്പടർപ്പുകളിൽ കാലി തട്ടി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ രാജകിങ്കരന്മാർ ശൂലത്തിൽ തളച്ചിട്ട മാണ്ഡവ്യ മുനിയുടെ കാലിൽ ഉഗ്രസ്രവസിൻ്റെ ശിരസ് തട്ടുകയും ശൂലം കുരുങ്ങി മുനിക്ക് വല്ലാതെ വേദനിക്കുകയും ചെയ്തു. വേദനയും സങ്കടവുമൊക്കെ കൂടിയപ്പോൾ മാണ്ഡവ്യൻ എന്ത് ചെയ്തു? ഉഗ്രസ്രവസിനെ ശപിച്ചു. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉഗ്രസ്രവസ് മരിച്ചു പോകട്ടെ എന്ന്. ഇത് കേട്ട ശീലാവതിക്ക് തൻ്റെ വൈധവ്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും അവൾ എങ്ങനെയും ഈ ഒരു ശാപത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവൾ ആശ്രമ കവാടത്തിൽ തൻ്റെ ഭർത്താവിനെ കിടത്തിയതിന് ശേഷം കുളിച്ചു വന്ന് പാതിവൃത്യത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ധ്യാന നിമഗ്നയായി. തനിക്ക് വൈധവ്യം വരുത്തരുതേ എന്ന് അവൾ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ശീലാവതിയുടെ ഈ പ്രാർത്ഥനയുടെ ഫലമായി സൂര്യദേവൻ ഉദിച്ചില്ല. സർവത്ര ഇരുട്ട്. ബ്രാഹ്മണരുടെയും മറ്റും പൂജാദികൾ മുടങ്ങി. ജീവജാലങ്ങളെല്ലാം ഭയന്ന് വിറച്ചു. സൂര്യൻ്റെ ഭാഗം ചേർന്ന് ചന്ദ്രനും മറഞ്ഞു നിന്നു. ഭൂതലം മുഴുവൻ ഭൂതപ്രേതാദികളുടെ കേളീരംഗമായി മാറി. കള്ളന്മാരുടെ പരാക്രമങ്ങൾ വർദ്ധിച്ചു. ഈ സ്ഥിതി മാറ്റമുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് ദേവന്മാരെല്ലാവരും കൂടി ദേവലോകത്ത് വന്ന് ഇതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തി. ഒടുവിൽ എല്ലാ ദേവഗണങ്ങളും കൂടെ ചേർന്ന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരോട് സങ്കടമുണർത്തിക്കുകയും ശ്രീ പരമേശ്വരൻ്റെ കാരുണ്യത്താൽ സൂര്യൻ വീണ്ടും ഉദിക്കുകയും ചെയ്തു എന്നാണ് കഥ. പാഠഭാഗത്തിലേക്ക് കടക്കാം. കുഷ്ഠരോഗബാധിതനായ തൻ്റെ ഭർത്താവിനെ വളരെ സ്നേഹത്തോടെയാണ് ശീലാവതി പരിചരിക്കുന്നത്. പക്ഷേ അവൾ എന്ത് ചെയ്തിട്ടും ഒരു നല്ല വാക്ക് പോലും ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്നില്ല എന്നതോർത്തുള്ള അവളുടെ ദുഃഖമാണ് ഈ പാഠഭാഗത്ത് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും ഒക്കെ നന്നായിട്ട് എല്ലാ നേരവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശേഷവും കാണുന്നില്ല. അല്പം പോലും ആഹാരം അദ്ദേഹത്തിന് കഴിക്കാൻ സാധിക്കുന്നില്ല. ശക്തിയേറിയ ഔഷധങ്ങൾ കൊടുത്തിട്ട് പോലും രോഗത്തിന് അല്പവും ശമനമുണ്ടാകുന്നില്ല. ഭർത്താവ് എന്നും രാത്രിയും പകലുമൊക്കെ വല്ലാതെ വലയുകയാണ്.
ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷമങ്ങളൊക്കെ ഞാൻ ആരോട് പറയാനാണ്? നടന്ന് നെല്ലും അരിയും ഒക്കെ വാങ്ങി അത് കൊണ്ടുവന്ന് കുത്തി കല്ലും ഒക്കെ കളഞ്ഞ് നന്നായി നല്ല ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കൊണ്ടു ചെല്ലുന്ന നേരത്ത് കഴിച്ചിട്ട് ഒന്നിനും രുചിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലുന്നതിനെക്കാട്ടും ശല്യമായിട്ട് ഉള്ളതാണ് കൊള്ളിവാക്കെന്നാണ് അവൾ പറയുന്നത്. കൊള്ളിവാക്കെന്ന് പറഞ്ഞാൽ കുത്തുവാക്കുകൾ. അപ്പോൾ കൊല്ലുന്നതിനേക്കാട്ടിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത്. എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം. എടുത്താൽ അതും കുറ്റമാണ്, എടുത്തില്ലെങ്കിൽ അത് കുറ്റമാണ്. കൊടുത്താൽ അത് കുറ്റമാണ്, കൊടുക്കാഞ്ഞാലും കുറ്റമാണ്. അടുത്ത് എന്നാൽ അതും കുറ്റമാണ്, അടുക്കാഞ്ഞാലും കുറ്റമാണ്. കുളിച്ചാലും കുറ്റമാണ്, കുളിക്കാഞ്ഞാലും കുറ്റമാണ്. പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതും കുറ്റമാണ്, പറഞ്ഞില്ലെങ്കിൽ അതും കുറ്റമാണ്. എരിച്ചെങ്കിൽ അതും കുറ്റമാണ്, എരിക്കാഞ്ഞാൽ അതും കുറ്റമാണ്. ഇങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും മാത്രമേ ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും കേൾക്കുന്നുള്ളൂ. മറിമായങ്ങളും കള്ളത്തരങ്ങൾ, അത് മറിമായം എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങളും അവിനയവും വിനയമില്ലായ്മയും ഒന്നും ഞാൻ ഇതുവരെ ശീലിച്ചിട്ടേയില്ല. പിറവിയിലുള്ള എൻ്റെ ജാതകദോഷം അല്പം പോലും കുറയാത്തത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പോലും അവളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല. തന്നോട് ഭർത്താവ് ഇപ്രകാരമൊക്കെ പെരുമാറുന്നത് തൻ്റെ ജാതകദോഷം കൊണ്ടാണ്, തൻ്റെ ജന്മനാലുള്ള ജാതകദോഷം കൊണ്ടാണ് ഈ മുനികുലത്തിൻ്റെ നാഥനായിട്ടുള്ള കുറവുകൾ പറഞ്ഞ് തന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ശീലാവതി പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് അവൾ അപ്പോഴും ആശ്വസിക്കുന്നത്. അപ്പോഴും തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനല്ല അവൾ ശ്രമിക്കുന്നത്.